ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഇന്ന് വളരെ ശ്രദ്ധേയവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു മഹൽ വിഷയമാണ് ഖുതുബയായി നമ്മൾ ശ്രവിച്ചത്. വ്യസനതകളും വേദനകളും മുസീബത്തായി അവതരിപ്പിക്കപ്പെടുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ വിളിച്ചറിയിച്ച വിഷയമാണ്. ഒപ്പം വിശുദ്ധ ഖുർആനിൽ അതിന് രക്ഷ വഴിയും അല്ലെങ്കിൽ മോക്ഷത്തിൻ്റെ മാർഗവും വിശുദ്ധ ഖുർആൻ തന്നെ അതിന് പരിഹാരവുമാണ് എന്നതും വിശുദ്ധ ഖുർആൻ വിളിച്ചറിയിച്ച വിഷയമാണ്. അതിലാണ് നമ്മൾ ചില ചരിത്രങ്ങളും പ്രമാണങ്ങളും ശ്രവിക്കുകയുണ്ടായത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദുആ, അതിനാണ് ഇവിടെ ഖുതുബ തുടങ്ങിയത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലാണ് പ്രസിദ്ധ ദുആയുള്ളത്. ഹദീസ് തുടങ്ങുന്നത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അസാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ എന്ന് തുടങ്ങിയാണ്. വിഷമം, വ്യസനം, വേദന ഇതൊക്കെ ഏതൊരാൾക്ക് ഭവിക്കട്ടെ, ഏതൊരാൾക്ക് ഏൽക്കട്ടെ. ഫഖാൽ, അത് ഏൽക്കുന്ന ഒരു വ്യക്തി ചൊല്ലുകയായാൽ എന്ത്? അതാണ് ഈ ദുഃഖത്തിനും വിഷമത്തിനും ഒക്കെ പരിഹാരമായുള്ള ദുആ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക اللهم إني أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഈ ദുആ ചൊല്ലുകയായാൽ വിഷമത്തിൽ കഴിയുന്നവൻ, വേദന പേറുന്നവൻ, അവൻ ആരാകട്ടെ, മാ അസാബ അഹദൻ ഖത്തു, അങ്ങനെ റസൂലുള്ളാഹിന്റെ പ്രയോഗം. ഹമുൻ വല ഹസനു, എന്താ? ഇല്ലാ അദ്ഹബല്ലാഹു അൻഹു ഹമ്മഹു വഹസനഹു വഅബ്ദലഹു മക്കാനഹു ഫറഹ എന്നാണ്. അയാളുടെ വിഷമം, വേദന അള്ളാഹു പോക്കുകയും അതിൻ്റെ സ്ഥാനത്ത് അള്ളാഹു സന്തോഷത്തെ സ്ഥാപിക്കുകയും ചെയ്യുമെന്നാണ്, പകരം നൽകുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അവിടെ അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിൻ്റെ ദാസനാണ്, വബ്നു അബ്ദിക് നിൻ്റെ ദാസൻ്റെ മകനാണ്, വബ്നു അമതിക് നിൻ്റെ ദാസിയുടെ മകനാണ്. അള്ളാഹുവിന് ഉബൂദിയത്ത്, അടിമത്വം, അത് സമ്മതിച്ച് അള്ളാഹുവിനോട് അത് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിന് മുമ്പിൽ ഭവ്യമായി അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണെന്നുള്ള കാര്യം തീർപ്പാക്കി അള്ളാഹുവിന് മുമ്പിൽ ഒരാൾ വിനയാനിതത്വം തുളുമ്പി പ്രകടനം നടത്തി പിന്നെ അള്ളാഹിനോട് ചോദിക്കണം, നാസിയത്തി ബിയദിക് മാദിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖദാഉക്, ഞാൻ നിൻ്റെ പിടുത്തത്തിൽ, നാസിയത്തി ബിയദിക് എൻ്റെ മൂർധാവ് നിൻ്റെ കൈപ്പിടിയിൽ, ഞാൻ നിനക്ക് വിധേയനാണ്, നിന്നിൽ നിന്ന് എനിക്കൊരു സ്വയം പര്യാപ്തതല്ല. അള്ളാഹിനോട് ഏറ്റു പറയാണ്. നിൻ്റെ മാദിൻ ഫിയ ഹുക്മുക്, നീ എന്ത് വിധിക്കുന്നുവോ തീരുമാനിക്കുമോ അത് എന്നിൽ നടപ്പിലാകുന്ന വിഷയമാണ്. ഒരിക്കലും ഞാൻ അതിൽ നിന്ന് ധന്യനാകുന്ന അല്ലെങ്കിൽ പുറത്തു പോകുന്ന അവസ്ഥ അല്ല. അദ്ലുൻ ഫിയ ഖദാഉക്, നിൻ്റെ വിധിയും തീരുമാനവും എന്നിൽ നീതിപൂർവകമാണ്. ഒരിക്കലും നീ എന്നോടൊരു അന്യായം ചെയ്യുന്നവനല്ല. അതൊക്കെ അള്ളാഹ്ക്ക് സംബന്ധിച്ചിട്ട് പറയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, അള്ളാഹുവേ നിനക്കുള്ള മുഴുവൻ നാമങ്ങളെയും മുൻനിർത്തി ഞാനിതാ നിന്നോട് ചോദിക്കുന്നു. ഹുവ ലക്, നിനക്കുള്ള മുഴുവൻ നാമങ്ങളും, സമ്മൈത ബിഹി നഫ്സക്, നീ നിനക്ക് പേര് വച്ച, ഔ അൻസൽതഹു ഫി കിതാബിക്, നിൻ്റെ വിശുദ്ധ കിതാബിൽ നീ അവതരിപ്പിച്ചതിൻ്റെ പേരുകൾ, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, നിൻ്റെ സൃഷ്ടികളിൽ നീ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിൻ്റെ പേരുകൾ,
ഔ ഇസ്തഅ്സർത ബിഹി ഫിൽ ഇൽമിൽ ഗൈബി ഇൻദക്, അദൃശ്യ ലോകത്ത് നീ നിൻ്റെ അടുക്കൽ നിനക്കായി എടുത്തു വെച്ച നിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്ന, അത്യുത്തമമായ സംജ്ഞകൾ, പേരുകൾ, അതിന് അള്ളാഹ്ക്ക് സമ്മതിച്ച് പിന്നെ അള്ളാഹിനോട് അതിന് മുൻനിർത്തിയിട്ട് തേടുകയാണ്. തീർത്തും ഭവ്യമായി തേടുകയാണ്. അൻ തജഅലൽ ഖുർആന റബിയ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി വദഹാബ ഹമ്മി. വിശുദ്ധ ഖുർആൻ മനസ്സിൻ്റെ വസന്തമാകാൻ, അള്ളാഹു അതിനെ അങ്ങനെ മാറ്റാൻ, വിഷമങ്ങളെ പോക്കുന്ന, വേദനകളെ നീക്കുന്ന വിശുദ്ധ ഖുർആൻ മനസ്സിൻ്റെ അകത്ത് അതിനെ ദീപ്തമാക്കുന്ന, പ്രകാശമയമാക്കുന്ന അവസ്ഥ ഉണ്ടാക്കാനൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ തേടുകയാണ്. അന്തജൽ ഖുർആൻ റബിയ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി വദഹാബ ഹമ്മി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവൻ്റെ വിഷമങ്ങളെ പോക്കും, വേദനകളെ നീക്കും. അതിൻ്റെ സ്ഥാനത്ത് വഅബ്ദലഹു ഫി മക്കാനിഹി ഫറഹ എന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര സുന്ദരമായി ഈ ഒരു വിഷയം വിവരിച്ചപ്പോൾ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അഫ്ലാൻ നതഅല്ലമുഹ, ഞങ്ങളിത് പഠിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഈ ദുആവചനം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബല യംബഗി ലികുല്ലി മൻ സമിഅഹ യതഅല്ലമഹ എന്നാണ്. ഇത് കേൾക്കുന്നവരെല്ലാം പഠിക്കൽ സംഗതമായ അനിവാര്യമായ ദുആയാണിത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുകയുണ്ടായത്. ഈ ഒരു ആമുഖം ഇവിടെ നമ്മൾ ശ്രവിച്ചത്, വിഷമങ്ങൾ, വേദനകൾ അത് മുസീബത്തായി അവതരിപ്പിക്കുക എന്നുള്ളത് വിശ്വാസികൾക്കും പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ തന്നെയും അതിനൊരു മറുമരുന്നാകുന്ന, അതിനു വേണ്ട മറ്റു മറുമരുന്നുകളെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ഒരു വിഷയമാണുള്ളത്. അതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിൽ, അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ ആമന്ന, വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഘോഷിച്ച മാത്രയിൽ പരീക്ഷിക്കപ്പെടാതെ ആളുകൾ വിട്ടേക്കുമെന്ന് വിശ്വാസികൾ അവർ വിചാരിക്കുകയാണോ? ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇനി ഒരു പരീക്ഷണമില്ല എന്നാണോ ധരിക്കുന്നത്? അങ്ങനെയല്ല. അല്ലാഹു പറയുന്നു, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവരിൽ സത്യസന്ധൻ ആര്? വിശ്വാസത്തിൽ ആര്? വ്യാജവാദി ആര്? അത് അള്ളാഹ്ക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ അവതരിപ്പിക്കും. ആ പരീക്ഷണങ്ങൾക്ക് പല മുഖങ്ങളാണ്, പല ഭാവങ്ങളാണ്. പക്ഷെ അതിലൊരു ഭാവവും മുഖവുമാണ് ഈ വിഷമങ്ങൾ, വേദനകൾ വരിക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇളമൽ ജസാ മഅ ഇളമിൽ ബലാ ഇന്നല്ലാഹ് ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും ഫമൻ റദിയ ഫലഹു റിദ വമൻ സഖിത ഫലഹു സഖത്. എന്താ ഈ ഹദീസ് അർത്ഥാക്കുന്നത്? പ്രതിഫലത്തിൻ്റെ മാഹാത്മ്യം പരീക്ഷണത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ്, പരീക്ഷിക്കപ്പെടുന്നതിനനുസരിച്ചാണ് കൂലിയുടെ തികവും മികവും. അള്ളാഹു ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. ഇന്നല്ലാഹ് ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. എന്നിട്ട് പറയണം, ഫമൻ റദി, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ആരെങ്കിലും തൃപ്തി പ്രകടിപ്പിച്ചാൽ ഫലഹു റിദ, അവൻ അള്ളാഹുവിൻ്റെ തൃപ്തി അവതീർണമാകും. വമൻ സഖിത്, ഒരാൾ അക്ഷമനായി അനിഷ്ടം കാണിച്ചാൽ, ക്ഷോഭിച്ചാൽ ഫലഹു സഖത്ത്, അവൻ അള്ളാഹുവിൽ നിന്നുള്ള കോപം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ ഇവിടെ വിഷയം പരീക്ഷണങ്ങൾ, അത് മാനമിറങ്ങും. അതിൽ വിശ്വസിച്ചവർ വിമുക്തരല്ല. വിശ്വാസികൾക്കും പരീക്ഷണം വരും. ആ പരീക്ഷണങ്ങൾ, അതിൻ്റെ അനുഭവം, അത് ചിലപ്പോൾ വേദനിക്കുന്ന, വിഷമിക്കുന്ന അവസ്ഥകളിൽ വിശ്വാസികളിൽ ഉണ്ടാകും. പക്ഷേ അള്ളാഹു പറഞ്ഞില്ല, കുൽ ലൻ യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലന, കുൽ പറയുക, ലൻ യുസീബന, ഞങ്ങൾക്ക് ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബ അല്ലാഹു, അള്ളാഹു വിധിച്ചതല്ലാതെ, എഴുതിയതല്ലാതെ, ലന, ഞങ്ങൾക്ക് അനുകൂലമായി. അപ്പോൾ നമുക്ക് വിധി വരും. ചിലപ്പോൾ ആ വിധിക്ക് മധുരമായിരിക്കും, ചിലപ്പോൾ ആ വിധിക്ക് കയ്പായിരിക്കും നമ്മളുടെ അനുഭവത്തിൽ. പക്ഷേ കയ്പായാലും മധുരമായാലും ലന, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അനുകൂലമാണ്. അലൈന എന്നല്ല അല്ലാഹു പറഞ്ഞത്, പ്രതികൂലം എന്നല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് അനുകൂലമായി മാറുന്ന രീതിയിലായിരിക്കും
വിധി വരിക എന്നുള്ളതാണ്. ശരിയാണ്, അള്ളാഹുവിൻ്റെ വിധി വരുമ്പോൾ ചിലപ്പോൾ അത് സുഖദായകമായിട്ട് അനുഭവിക്കാം, ചിലപ്പോൾ അതിനൊരു വിഷമതകളും വേദനകളും ഉണ്ടായേക്കാം, പക്ഷേ താൽക്കാലികം. ഇതൊക്കെ ഒരു അനുകൂലാവസ്ഥയാണ് വിശ്വാസിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പറയാണ്, കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ അജബല്ലി അംരിൽ മുഅ്മിൻ. നമ്മളിവിടെ കേട്ടു, വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. വിശ്വാസിക്കെല്ലാം നന്മയാണ്, എല്ലാം നന്മയാണ്. നമ്മൾ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ലനാ എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ളത് എന്നതിൻ്റെ ആ ലാമിൻ്റെ അർത്ഥം വരിക. വിധി വിപരീതമെന്ന് നമുക്ക് അനുഭവപ്പെട്ടാലും പക്ഷെ അത് നമുക്ക് അനുകൂലമാണ്. അതിൻ്റെ ആത്യന്തിക വിധിയിൽ നമുക്ക് കേവലം പ്രത്യക്ഷമായി നമുക്ക് അനുഭവപ്പെടുന്ന ചില വിഷയങ്ങളല്ല ഇവിടെ ഉദ്ദേശം. ആത്യന്തികമായിട്ടത് നമുക്കൊരു അനുകൂലവും നമുക്കത് ഗുണവുമാണ് എന്നുള്ളതാണ്. ആ വിധിക്കപ്പുറം പലപ്പോഴും തെളിയുന്നത് ഇനി ഇവിടെ തെളിഞ്ഞില്ലെങ്കിലും അവിടെ പരലോകത്ത് തെളിയാനിരിക്കുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. വിശ്വാസിയുടെ കാര്യമെല്ലാം അവന് ഖൈറാണ്. വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ. അത് വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ. ഇൻ അസാബത്തുഹു സറാ ശകർ വൈൻ അസാബത്തുഹു ദറാ സബർ. സന്തോഷകരമായത് സുഖദായകമായത് വിശ്വാസിക്ക് ഏൽക്കുകയായാൽ അവൻ ശുക്റുള്ളവനാണ്, നന്ദി പ്രകാശിപ്പിക്കുന്നവനാണ്, മനസ്സാ വാച കർമ്മണ. വൈൻ അസാബത്തുഹു ദറ. ഇനി വിപരീതമായിട്ടാണ് വിധി ഭവിക്കുന്നത് എങ്കിലും, ദുരിതമായിട്ടാണ് എങ്കിൽ വിശ്വാസി സബർ, ക്ഷമിക്കും എന്ന് പറഞ്ഞെങ്കിൽ ആ വിധി ഏൽക്കുന്നതിൽ ക്ഷമിക്കും, ഒപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ക്ഷമിച്ചുകൊണ്ട് ചെയ്യും, അള്ളാഹു വിലക്കിയതിൽ നിന്ന് ക്ഷമിച്ചുകൊണ്ട് വിട്ടു നിൽക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വാസി മാറും. അതുകൊണ്ട് തന്നെ വിധി എല്ലാം വിശ്വാസിക്ക് ഖൈറാണ് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ തിരുമൊഴിയും ഈ ഒരു വിഷയം അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിധിച്ചത് വേദനയായി വിഷമമായി ഭവിക്കുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ ഒരു വിശ്വാസി അവന് എന്ത് ചെയ്യണമെന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നു. വിശുദ്ധ ഖുർആൻ തന്നെ ഇത്തരം വിഷമങ്ങൾക്ക്, വേദനകൾക്ക് ആശ്വാസമായി വരുന്ന അവസ്ഥ വരും എന്നാണ്. അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. ഇത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഒന്നാണ്. അള്ളാഹുവിനുള്ള ദിക്ർ കൊണ്ടാകുന്നു മനസ്സുകൾ സമാധാനപ്പെടുന്നത്, ശാന്തി അടയുന്നത് എന്നുള്ള പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. അപ്പോൾ വിശുദ്ധ ഖുർആൻ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെയും ആ മരുന്നായി ഭവിക്കുന്ന അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ കുറേ ചരിത്രങ്ങൾ കേട്ടു. അതിലേറ്റവും ശ്രദ്ധേയമായ 2-3 ചരിത്രങ്ങൾ. ഒന്ന്, അബ്ദുൽ മലിക് അൽ അസ്മഈ, സുപ്രസിദ്ധ ദാർശനികനും കവിയുമാണ്. അബ്ബാസികളുടെ ഭരണകാലത്ത് ഇവിടെ ജീവിച്ച ഒരു മഹാകവിയാണ് അബ്ദുൽ കരീം അൽ അസ്മഈ പറയുകയാണ്, ഖറജ്തു അന വസദീഖുല്ലി എന്നാണ് അദ്ദേഹം അങ്ങനെ തുടങ്ങുന്നത്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും പുറപ്പെട്ടു എന്നാണ്. അവർ പുറപ്പെട്ടത് ഒരു വിജനതയിലൂടെയാണ്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഫദലൽന തരീഖ്, ഞങ്ങൾക്ക് വഴിതെറ്റി. അങ്ങനെ വഴിതെറ്റിയിട്ട് മരുഭൂമിയിൽ വഴിതെറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെ ആ തെറ്റിയ വഴിയിലൂടെ അവർ നടന്നപ്പോൾ അതാണ് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഒരു ഹൈമ കണ്ടു എന്നാണ്, ഒരു ടെൻറ്റ്, കൂടാരം. അപ്പോൾ ഞങ്ങൾ ആ കൂടാരത്തെ ലക്ഷ്യമാക്കി നടന്നിട്ട് ഞങ്ങൾ സലാം മോദിയപ്പോൾ ആ കൂടാരത്തിൽ നിന്നൊരു അജൂസ് എന്ന് പറഞ്ഞാൽ ഒരു കിളവി, വൃദ്ധ സ്ത്രീ ഇറങ്ങി വന്ന് ഞങ്ങൾ സലാം പറഞ്ഞു അവരോട്. അപ്പോൾ സലാം മടക്കി ആ വൃദ്ധ പറഞ്ഞു, മൻ അൻതും, നിങ്ങൾ ആരാണ്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അസ്മാവി പറയാണ്, ഖൗമുൻ ദലൽന തരീഖ്, ഞങ്ങൾക്ക് വഴി തെറ്റി, വഖൗമുൻ ജിയ, ഞങ്ങളാണെങ്കിൽ വിശക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കിളവി പറഞ്ഞു, അവരോട് പറഞ്ഞു, ഹൈമയല്ല, ചെറിയ കൂടാരാണ്, അവരോട് പറഞ്ഞു, നിങ്ങൾ കൂടാരത്തിൽ കയറിയിട്ട് അവരിൽ നിന്നും മുഖം തിരിച്ചിരിക്കാൻ പറഞ്ഞു. അവരിലേക്ക് പുറം തിരിഞ്ഞ് അവരിൽ നിന്ന് മുഖം തിരിച്ചിരിക്കാൻ പറഞ്ഞു. കാരണം അവർ അന്യ ആളുകളായതുകൊണ്ട് അവർ തിരിച്ചിരിക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്കുള്ള ചോദിച്ച വിഷയം ഞാൻ ശരിയാക്കാമെന്ന് അവർ പറഞ്ഞു എന്നാണ്. അസ്മാവി പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്ത്രീ ഞങ്ങൾക്ക് വേണ്ട വിഭവം ഒരുക്കാൻ ഒരുങ്ങുമ്പോൾ ഒരാൾ ഒട്ടകപ്പുറത്ത് വരികയാണ്. ഒട്ടകപ്പുറത്ത് വരുന്ന ആളെ കണ്ടപ്പോൾ തന്നെ ഈ കിളവി പറയുകയാണ്, അസ്അലുല്ലാഹ് ബറക്കത്ത് ഹാദൽ മുഖ്ബിൽ, ഈ ആഗതനിലുള്ള ബർക്കത്ത് ഞാൻ അള്ളാഹുവിനോട് തേടുകയാണ് എന്ന് അവർ പറഞ്ഞു എന്നാണ് ഈ സ്ത്രീ. എന്നിട്ട് എന്താ പറയുന്നത് അവർ, അൽ ബഈറു വലതി വറാഖിബ് ലൈസ ബി വലതി. കാരണം ഈ വരുന്ന ഒട്ടകം അത് എൻ്റെ മകൻ്റെ ഒട്ടകമാണ്, പക്ഷെ ആ ഒട്ടകപ്പുറത്തുള്ളത് എൻ്റെ മകനല്ല, വേറൊരാളാണ്. അങ്ങനെ ഈ ആഗതൻ ഒട്ടകപ്പുറത്ത് വന്ന് അയാൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ഉമ്മ അഖീൽ,
അഹ്സൻ അല്ലാഹു അജ്റകി ഫി അഖീൽ. സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അഖീലിൻ്റെ വിഷയത്തിൽ നിങ്ങളുടെ അനുശോചനം അള്ളാഹു ഏറ്റവും നല്ല രീതിയിലാക്കട്ടെ, അല്ലെങ്കിൽ അല്ലാഹു അജ്റകി ഫി അഖീൽ, അതാണ് അഖീലിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം മഹത്തരമാക്കട്ടെ, അതാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ വൃദ്ധ സ്ത്രീ പറയാണ്, വൈഹക് അവമാത്ത അഖീൽ, അഖീൽ മരിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴല്ലേ ഈ അനുശോചനം. അപ്പോൾ ഈ ആഗതം പറയുകയാണ്, ഇസ്ദഹമത്ത് അലൈഹിൽ ഇബിൽ, ഒട്ടകങ്ങൾ ഒന്നായിട്ട് തിരക്കി അഖീലിനെ അൽഖത്തുഹു റമത്ഹു ഫീൽ ബിർ, ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ടു. കിണറ്റിൽ വീണിട്ട് അഖീൽ മരിച്ചു എന്ന് പറയാണ്. ഇതാണ് ആ വൃദ്ധ സ്ത്രീക്ക് ഈ സമയം കിട്ടുന്ന വാർത്ത. അവരുടെ ഏക മകൻ അഖീൽ ഒട്ടകങ്ങളെ മേക്കാൻ പോയതാണ്, പക്ഷേ ഒട്ടകങ്ങൾ തിരക്കി അതിനെ കിണറ്റിൽ തള്ളിയിട്ട് അഖീൽ മരിച്ചു എന്നുള്ള വാർത്ത കൊണ്ടുവരികയാണ്. പക്ഷേ അബ്ദുൽ കരീമുൽ അസ്മഈ പറയാണ്, ഞങ്ങൾ ഈ രംഗം കണ്ട് ഈ സംസാരം കേട്ട് സംഭ്രമിച്ചിരിക്കെ ഈ വൃദ്ധ ഒരു കബിഷ് ഒരാടിനെ കൊണ്ടുവന്നിട്ട് ഈ ദുഃഖവാർത്ത കൊണ്ടുവന്ന ആളെ ഏൽപ്പിച്ചു. ഈ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പറയാണ്, ഇതിനറുത്തിട്ട് ഇതിൻ്റെ മാംസം ശരിയാക്കി തരാൻ പറഞ്ഞു. അത് അയാൾ അതിനറുത്തു, മാംസം ശരിയാക്കി കൊടുത്തു. ഈ വൃദ്ധ സ്ത്രീ ഈ അബ്ദുൽ കരീമുൽ അസ്മഈക്കും കൂട്ടുകാരനുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് കൊടുത്ത് അവരെ തീറ്റിച്ചിട്ട് പിന്നെ ഇവരോട് അസ്മഈയോട് ഈ വൃദ്ധ സ്ത്രീ പറയുകയാണ്, ഹൽഫീക്കും അഹദ് യുഹ്സിനു കിതാബല്ലാ, അള്ളാൻ്റെ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്നവർ നിങ്ങളിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അസ്മഈ അദ്ദേഹം പണ്ഡിതനാണ്, അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞു അതെ. അപ്പോൾ ഇഖ്റ അലയ്യ, ആ മഹദി പറയാണ്, എനിക്ക് ഓതിത്തരാൻ പറയാണ്. എന്ത്? മിൻ കിതാബില്ലാഹി മാ അതഅസ്സാ ബിഹി, എനിക്ക് ആശ്വാസം കൊള്ളാൻ, ഒരു ദുഃഖവാർത്ത വന്നതല്ലേ, ട്രാജഡി ഏറ്റതല്ലേ, അതിലെനിക്കൊന്ന് അനുശോചിക്കാൻ, എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ട ആയത്തുകൾ ഓതിത്തരാൻ പറയണം. അപ്പോൾ അസ്മഈ ഓതി കൊടുത്തത്, വബശ്ശിരി സാബിരീൻ അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ എന്ന ആയത്തുകളാണ്. വബശ്ശിരി സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സുവിശേഷം അറിയിക്കൂ, സന്തോഷവാർത്ത അറിയിക്കൂ. ആരാ ക്ഷമിക്കുന്നവർ? അല്ലദീന ഇദാ അസാബത്ഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തും ഏൽക്കുകയായാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. അങ്ങനെ മുസീബത്തേറ്റു ക്ഷമിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവർ, അവർക്ക് ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാണ് റബ്ബിൽ നിന്നുള്ള പ്രശംസ, അവർക്കാണ് റബ്ബിൽ നിന്നുള്ള കാരുണ്യം, അവരാകുന്നു ഉലൈക ഹുമുൽ മുഹ്തദൂൻ, സന്മാർഗം പ്രാപിച്ച് ആ വഴിയെ നടക്കുന്നവർ. ഈ അർത്ഥമുള്ള ആയത്തുകളാണ് ആ ഉമ്മക്ക് ഓതി കൊടുത്തതെന്നാണ്, ആ വൃദ്ധ സ്ത്രീക്ക് അസ്മഈ ഓതി കൊടുത്തതെന്നാണ്. അപ്പോൾ ആയത്തുകൾ കേട്ടപ്പോൾ ആ മഹദി ചോദിച്ചു എന്നാണ്, അല്ലാ ഇന്ന ഹലഫി കിതാബില്ലാ, അള്ളാഹുവാണ്, ഇത് അള്ളാഹിൻ്റെ കിതാബിലുള്ളതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അസ്മഈ പറയാണ്, ഞാൻ ഇത് അള്ളാഹുവിൻ്റെ കിതാബിലുള്ളതാണ്, വിശുദ്ധ വചനങ്ങളാണെന്ന് പറയാണ്. അപ്പോൾ ആ സ്ത്രീ പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് അള്ളാഹിൻ്റെ ആയത്തുകളാണെന്ന് കേട്ടപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാനാണല്ലോ. അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി അവർ പറഞ്ഞു, സബ്രൻ ജമീല അഹ്തസിബു ഇൻദല്ലാഹി അഖീല അല്ലാഹുമ്മ ഇന്നി ഫഅൽതു മാ അമർതനി ബിഹി ഫൻജുസ് ലി മാ വഅതനി ബിഹി ലൗ ബഖിയ അഹദുൻ ലി അഹദിൻ ലബഖിയ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമ്മത്തി. അല്ലാഹു അക്ബർ. എന്താ വർത്താനം? അവർ പറയാണ്, ഈ ഇന്നാ ലില്ലാഹി റാജിഊൻ എന്ന് പറഞ്ഞു സബ്റൻ ജമീല, ഞാനിതാ ഭംഗിയായി ക്ഷമിക്കുന്നു. ബശീരി സാബിരീൻ എന്നല്ല പറഞ്ഞത്, ഞാനിതാ ഭംഗിയായി ക്ഷമിക്കുന്നു. അഹ്തസിബു ഇൻദല്ലാഹി അഖീല, ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അഖീലിൻ്റെ വിഷയത്തിൽ പ്രതിഫലം കാക്ഷിക്കുന്നു, ഒട്ടും അക്ഷമല്ല, അള്ളാഹുവിൽ ഞാൻ പ്രതിഫലം കാക്ഷിക്കുന്നു. എന്നിട്ട് അവർ പറയാണ്, അല്ലാഹുമ്മ ഇന്നി ഫഅൽതു മാ അമർതനി ബിഹി, അള്ളാഹുവെ നീ കൽപ്പിച്ചത് ഞാൻ ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞില്ലേ, ക്ഷമിച്ചില്ലേ? അതവർ പറയാണ്, ഫൻജുസ് ലി മാ വഅതനി, അതുകൊണ്ട് നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നീ എനിക്ക് പൂർത്തീകരിച്ച് തരണമേ. എന്താ വാഗ്ദാനം ചെയ്തത്? ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അത് നീ എനിക്ക് പൂർത്തീകരിച്ച് തരണമേ എന്ന മഹദി പറഞ്ഞിട്ട് അവർ പറയാണ്, ലൗ ബഖിയ അഹദുൻ ലി അഹദിൻ ലബഖിയ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി, ആർക്കെങ്കിലും ഈ ദുനിയാവിൽ ശേഷിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികൾക്ക് വേണ്ടി ശേഷിക്കേണ്ടിയിരുന്നു. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലെ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി.
അതുകൊണ്ട് എല്ലാവർക്കും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പിരിയണം പറയണം. അതുകൊണ്ട് അഖീൽ ആ ഗണത്തിൽ ഒരാൾ എന്ന് പറഞ്ഞിട്ട് അവർ ക്ഷമിക്കുകയാണ്. ഇത് ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു മുസീബത്തേറ്റതിൽ, വിഷമമേറ്റതിൽ അവരുടെ ഈ ഒരു പ്രതികരണം കണ്ട്, ഈ ഒരു പ്രതികരണം കേട്ട് ഈ അബ്ദുൽ കരീമുൽ അസ്മായിയും കൂട്ടുകാരനും പറഞ്ഞു എന്നാണ്, ഈ സ്ത്രീയെപ്പോലെ ഒരു പൂർണ്ണതയിലെത്തിയ, ഇവരെപ്പോലെ ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരാൾ ഇല്ല എന്നവർ പറഞ്ഞു എന്നാണ്. മാ അക്മല മിൻഹ വല അജ്സൽ എന്ന് അവരത് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ നമ്മുടെ ഖത്തീബ് ഇവിടെ അത് ഉണർത്തുകയുണ്ടായി. വിഷയം ഇതാണ്, മുസീബത്ത് അത് വിശ്വാസികളിലും മാനമിറങ്ങും. പക്ഷേ ആ മുസീബത്തുകൾ ഏൽക്കുമ്പോൾ അതിനോടെങ്ങനെ എന്ത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുസീബത്തുകൾ വ്യസനമായി, വിഷമമായി, വേദനയായി അനുഭവിക്കുമ്പോൾ അതിനുള്ള പെരുമാറ്റം, പ്രതികരണം എങ്ങനെ എന്ത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. നമ്മളിവിടെ കേട്ടു, അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രാമധ്യയാണ്. ആ യാത്രാമധ്യയാണ് അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ സഹോദരൻ കുസും ഇബ്നു അബ്ബാസിൻ്റെ മരണവാർത്ത വരുന്നത്. കുസും അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ സഹോദരനാണ് കുസും. നമ്മളെപ്പോഴും ചരിത്രത്തിൽ കേൾക്കുന്ന മഹാനാണ് കുസും. ഇബ്നു അബ്ബാസിനേക്കാൾ മൂത്ത ആളാണ് കുസും. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മക്കളിൽ കുസും എന്നവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഈ കുസുമിൻ്റെ ഒരു സാന്നിധ്യം, ഫദ്ലുൽ ഇബ്നു അബ്ബാസ്, കുസും ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് ഇവരൊക്കെ സഹോദരങ്ങളാണ്. അതിൽ ഈ കുസുമിൻ്റെ മരണ വാർത്തയാണ് അബ്ദുല്ലാ ഇബ്നു അബ്ബാസിന് വരുന്നത് യാത്രാമധ്യേ. സഹോദരൻ മരണപ്പെട്ടു എന്ന് വാർത്ത കേട്ട ഉടനെ ഇബ്നു അബ്ബാസ് ചെയ്ത എന്താ, വേഗം, അതൊരു ദുഃഖവാർത്തയല്ലേ, വേഗം അദ്ദേഹം വാഹനത്തെ വഴിയരികിലേക്ക് മാറ്റി നിർത്തി വാഹനം പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ആ ദുഃഖവാർത്തയോട് പ്രതികരിച്ചത്. എന്നിട്ട് അദ്ദേഹം ഓതിക്കൊടുത്തു. എന്താ ഓതിക്കൊടുത്തത്? വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, ക്ഷമിച്ചും നിസ്കരിച്ചും നിങ്ങൾ സഹായം തേടുക, സഹായാർത്ഥന നടത്തുക, അള്ളാഹുവിനോട് സഹായത്തേട്ടം നടത്തുക. ഈ ആശയമുള്ള ഈ ആയത്ത് വസ്തഈനു ബിസ്സബ്രി വസ്സല എന്നുള്ള ആയത്ത്, അതിനെ തുടർന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ആ മുസീബത്തിനോട് അങ്ങനെ പ്രതികരിച്ച് അദ്ദേഹം ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു എന്നതാണ് അതിൽ ചരിത്രം. അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ ഇത്തരം വൃത്താന്തങ്ങൾ, പ്രവചനങ്ങൾ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഇതുപോലത്തെ പ്രതിസന്ധികളിൽ, വിഷമതകളിൽ എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നുള്ളതായ ചികിത്സകൾ, മറുമരുന്നുകൾ, ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. വിഷമങ്ങളുണ്ടായാൽ, വേദനകളുണ്ടായാൽ ആ വിഷമത്തെ അടക്കേണ്ടത്, ഒതുക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ തന്നെയും അതിനുള്ള ഒരു മരുന്നായി വർത്തിക്കുമെന്നുള്ളത് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ വേദനകളെ അടക്കാനും ഒതുക്കാനുമാണ്, വേദനകളെ ഇളക്കാനും അതിനെ ആളുകളിൽ സൃഷ്ടിക്കാനും അല്ല എന്നുള്ളത് അതും നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി. നമ്മളിവിടെ കേട്ട ചരിത്രം, ഇബ്നു അഖീൽ ഉൽ ഹംബലി, അദ്ദേഹത്തിൻ്റെ മകൻ അഖീൽ എന്നിവർ മരണപ്പെട്ട ചരിത്രം. ഇബ്നു അഖീൽ ഉൽ ഹംബലി, അദ്ദേഹം പ്രസിദ്ധ ഹംബലി ഫുഖഹാക്കളിൽ എണ്ണപ്പെടുന്ന മഹാനാണ്. ഹിജ്റയുടെ 431 ജനിച്ച് 513 മരണപ്പെട്ട മഹാനാണ് ഇബ്നു അഖീൽ. അബുൽ വഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. അബുൽ വഫ അലി ഇബ്നു അഖീൽ ഇബ്നു മുഹമ്മദ് ഇബ്നു അഖീൽ അൽ ഹംബലി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് അലി ഇബ്നു അഖീലാണ്. അദ്ദേഹം ഇബ്നു അഖീൽ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ അലി ഇബ്നു അഖീൽ എന്നിവരുടെ മകൻ അഖീൽ, വാപ്പാൻ്റെ പേര് അലിയാണ്, അദ്ദേഹം ഇബ്നു അഖീൽ എന്നറിയപ്പെട്ടു, മകൻ്റെ പേര് അഖീൽ. വിഷയം, ഇബ്നു അഖീൽ ഉൽ ഹംബലി അബുൽ വഫ എന്നവരുടെ മകൻ മരണപ്പെട്ടു. ഈ അഖീൽ എന്ന മകൻ, അദ്ദേഹം നല്ല ഒരു വിജ്ഞാന കുതുകിയായിരുന്നു, ഒരു ദീനീ നിഷ്ഠയുള്ള വ്യക്തിത്വമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു മകൻ നഷ്ടപ്പെടുമ്പോൾ ഒരു വാപ്പാക്കുണ്ടാകുന്ന വിഷമം. ഏതായാലും മകൻ അഖീൽ എന്ന ആലിം പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ പിന്നെ മരണാനന്തര കർമ്മങ്ങളും പിന്നെ ജനാസ സംസ്കരണമൊക്കെ നടക്കുന്ന സമയം, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ കേട്ട ചരിത്രം. അതിൽ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും മറ്റും ഈ മകൻ അഖീലിനെ മറമാടാൻ വേണ്ടിയിട്ട് മഖ്ബറയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ മഖ്ബറയിൽ മയ്യത്തെത്തി, ഖബർ ഒരുങ്ങി മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന സമയം ഇബ്നു അഖീൽ അൽ ഹംബലി, അദ്ദേഹം മഹാപണ്ഡിതനാണ്, അദ്ദേഹത്തിന് വലിയ ശിഷ്യഗണങ്ങളാണ്. അപ്പോൾ ആ ശിഷ്യഗണങ്ങളിൽ ശിഷ്യന്മാരിൽ ഒരാൾ
ഈ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നത് കാണുമ്പോൾ അബുൽ വഫ ഇബ്നു അഖീലിന് ആകെ ഈ ഒരു മകനേ ഉള്ളൂ, ഈ അഖീൽ എന്ന മകനേ ഉള്ളൂ. ആ മകനാണ് എന്ത് ചെയ്യണത്, ഈ മേറ്റ് പരലോകത്തേക്ക് പോണത്. അപ്പോൾ ഖബറിന് ചുറ്റും ഇബ്നു അഖീലിൻ്റെ ശിഷ്യന്മാരും ഒക്കെയാണ്, കൂട്ടുകാരും ആളുകളും. അപ്പോൾ അതിൽ നിന്നൊരാൾ ഈ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന സമയം പറയാണ്, യാ അയ്യുഹൽ അസീസു ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ ഫഖുദ് അഹദന മകാനഹു ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഇതാണ് പറയുന്നത്. ഇതെന്താ, യാ അയ്യുഹൽ അസീസു ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ, ഇതെന്താണ്? വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. യാ അയ്യുഹൽ അസീസ് ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ ഫഖുദ് അഹദന മകാനഹു ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഇതേതുമായി ബന്ധപ്പെട്ടുള്ള ആയത്താ? സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്താണ്. ഈ ആയത്ത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിൻ്റെ അസീസായിരിക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ മിസ്റിലെത്തി. അങ്ങനെ ആ സഹോദരങ്ങളിൽ യൂസുഫിൻ്റെ അടുക്കൽ ബിനിയാമീൻ എന്ന സഹോദരനെ പിടിച്ചു വെക്കാനായിട്ട് എന്ത് ചെയ്തു, പിന്നെ ആ രാജാവിൻ്റെ സുവാ നഷ്ടപ്പെട്ടതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചരിത്രം ഉണ്ടല്ലോ. അങ്ങനെ അവസാനം തീരുമാനം എന്തായി, ബിനിയാമീൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് സുവാ അളവ് പാത്രം അല്ലെങ്കിൽ രാജാവിൻ്റെ പാനപാത്രം കണ്ടെത്തിയപ്പോൾ ബിനിയാമീനെ അവിടെ പിടിച്ചു വെക്കുക എന്നുള്ളത് എന്ത് ചെയ്തു, ശിക്ഷയായി പറഞ്ഞു. അങ്ങനെ ബിനിയാമീൻ എന്ത് ചെയ്തു, യൂസുഫിൻ്റെ അടുക്കൽ പിടിച്ചു വെക്കണ സമയം. ഇനി എന്ത് വേണം, യൂസുഫിന് നഷ്ടപ്പെട്ട്, ഇപ്പോൾ ബിനിയാമീന് നഷ്ടപ്പെട്ട്, പിന്നെ ഈ സഹോദരങ്ങൾക്ക് ഇനി വാപ്പ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് മിസ്റിൽ നിന്ന് കനാനിലേക്ക് പോകണം. അപ്പോൾ പണ്ട് യൂസുഫിനെ നഷ്ടപ്പെട്ടതിൻ്റെ തന്നെ ഒരു വിഷയമുണ്ട്. പിന്നെ ഈ യാത്രകൾക്കിടയിൽ ഇവരിലെ മൂത്ത സഹോദരനും ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ട്. ഇനി ബിനിയാമീനെ കൂടി ഇല്ലാതെ ബാപ്പാൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ആ വിഷയം ആലോചിച്ചിട്ട് അവർ പറഞ്ഞതാണ്, യൂസുഫിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞതാണ് യൂസുഫിനോട്, യാ അയ്യുഹൽ അസീസ്, അസീസായ യൂസുഫ്, ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ, ഈ ബിനിയാമീന് വൃദ്ധനായ ഒരു വാപ്പുണ്ട്, വയസ്സായ ഉപ്പുണ്ട്. അതുകൊണ്ട് ഫഖുദ് അഹദന മക്കാനഹു, ബിനിയാമീനെ പിടിച്ചു വെക്കണ്ട, ഞങ്ങൾ സഹോദരങ്ങളിൽ ഒരാളെ പിടിച്ചു വെക്കൂ. താങ്കൾ വലിയ സുഹൃതവാനായിട്ട് മുഹ്സിനായിട്ട് ഞങ്ങൾ കാണുന്നല്ലോ, അറിയുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് അവിടെ ആ വിഷയത്തിൽ പറഞ്ഞതാണ്. ഈ മഖ്ബറയിൽ അബുൽ വഫ ഇബ്നു അഖീൽ അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അഖീലിൻ്റെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ഒരാൾ പറയുന്നത് ഇതാണ്, അള്ളാഹിനോട് പറയുന്നത്. അയാൾ ദുആ ചെയ്യാണ്, യാ അയ്യുഹൽ അസീസ്, അസീസായ അല്ലാഹ് എന്നുള്ളതാണ് അയാളുടെ ഭാഷ. ആയത്തതല്ല. എന്താ, ഇന്ന ലഹു, ഈ മറമാടുന്ന അഖീലിന്, അബുൽ വഫ ഇബ്നു അഖീൽ അബൻ ശൈഖൻ കബീറൻ, വൃദ്ധനായൊരു വാപ്പുണ്ട്. അതുകൊണ്ട് അഖീലിനെ ഖബറിലേക്ക് ഖബറിലൂടെ പരലോകത്ത് കിടക്കണം, ഞങ്ങളിൽ ഒരാളെ എടുത്തോളി എന്ന് പറയാണ്. മറമാടാൻ വന്ന ആളുകളിൽ ഒരാളെ ഖബറിലേക്ക് എടുത്തോളിയുമെന്ന് പറയാണ്. അള്ളാഹിനോട് ഉദാരിക്കുകയാണ്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. അപ്പോൾ ഇബ്നു അഖീൽ പറഞ്ഞു എന്നാണ് ആളുകൾ കേൾക്കുക. ഇബ്നു അഖീലിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം പറയുന്നത്. ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നൽ ഖുർആന നസൽ ലി തസ്കീനിൽ അഹ്സാൻ ലാ ലി തഹീജിൽ അഹ്സാൻ. വിശുദ്ധ ഖുർആൻ അവതീർണമായത് ലി തസ്കീനിൽ അഹ്സാൻ, വിഷമങ്ങളെ, ദുഃഖങ്ങളെ അടക്കാനാണ്, ഒതുക്കാനാണ്, നീക്കാനാണ്. അല്ലാതെ ലാ ലി തഹീജിൽ അഹ്സാൻ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ അതിനെ ഇളക്കിവിടാനും അതിനെ രൂക്ഷമാക്കാനുമല്ല എന്ന് ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ മകനെ മറമാടുന്ന സമയം ആളുകളോട് ഇയാളിങ്ങനെ പ്രതികരിച്ചപ്പോൾ ആ വിഷയത്തിൽ പറഞ്ഞു എന്നാണ്. എന്തായാലും ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, വിശുദ്ധ ഖുർആൻ്റെ നിദർശനങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ വഴിതെളിയിക്കൽ, വിശുദ്ധ ഖുർആൻ മാർഗദർശനമാകുന്നത്, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഒരു മറുമരുന്നായിട്ട് വർത്തിക്കുന്നത് എപ്പോൾ മുസീബത്തുകൾ, വിഷമങ്ങളായി, വേദനകളായി അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ. നമ്മളിവിടെ അൽഖമ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒക്കെ ഒരു അസർ കേൾക്കുകയുണ്ടായി. അള്ളാഹുവിൽ നിന്നാണ് വിധികൾ വരുന്നത്, മുസീബത്തുകൾ വരുന്നത്. ആ മുസീബത്തുകൾക്ക്, വിഷമതകളുടെ, വേദനകളുടെ രീതി വിഷയമുണ്ട്. അള്ളാഹുവിൽ നിന്നാണിത് എന്ന് അറിഞ്ഞ് അതിൽ ക്ഷമിക്കുക, തൃപ്തി അടയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് അഭികാമ്യം എന്നുള്ളതാണ്. ഏതായാലൊരു സുന്ദരമായൊരു വിഷയം, അതിലൊരു ഖുത്ബയാണ് നമ്മളിവിടെ ശ്രവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലേക്കും നമുക്ക് ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഈ ദീനിൽ നമുക്കെല്ലാം ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ, സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു വേദി പങ്കിടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് നാഥന് കനിയുമാറാവട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് വലയുന്ന മാതാപിതാക്കൾക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അള്ളാഹു അവരിൽ അവതരിപ്പിക്കുമാറാവട്ടെ. മരണപ്പെട്ട് മൺമറഞ്ഞ മാതാപിതാക്കൾക്ക് നാഥൻ അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നിറഞ്ഞ സന്തോഷം ആ കബറിടങ്ങൾ അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും ഈ ദുനിയാവിൽ അള്ളാഹു കണ്ണി ചേർത്തതുപോലെ സ്വർഗ്ഗത്തിലും അവരോടൊത്ത് കണ്ണി ചേരാൻ അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് ആശ്വാസവും സമാധാനവും കനിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها قيادتها وعقيدتها. اللهم احفظ لها استقرارها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.